വിശുദ്ധ ഖുർആൻ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മാർമഡിക് പിക്താൽ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പുരോഹിതനാണ്, മുസ്ലിം അല്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ശേഷമാണത്. ഇംഗ്ലീഷിലൊരു ഖുർആനിന് പരിഭാഷ ഉണ്ടായിരുന്നില്ല അതുവരെ. മാർമഡിക് പിക്താൽ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ്റെ ആമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആശ്ലേഷത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പാതിരിയായിരിക്കെ കുർബാനയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ ഇങ്ങനെ വൈകുന്നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി ദൂരേക്ക് നോക്കിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കുറച്ചകലെ ഒരു ചെറുപ്പക്കാരനും ഒരു വൃദ്ധനും തമ്മിൽ ഒരു കശപിശ. വൃദ്ധൻ വല്ലാതെ ശകാരിക്കുന്നു, വല്ലാതെ ആക്രോശിക്കുന്നു, ചെറുപ്പക്കാരനെ ചീത്ത വിളിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ശാരീരികമായി തന്നെ ചെറുപ്പക്കാരനെ ഉപദ്രവിക്കുന്നു. ചെറുപ്പക്കാരൻ അശേഷം അക്ഷോഭ്യനാകാതെ വളരെ ക്ഷമയോടുകൂടി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അപ്പോൾ എത്ര ചൂടായാലും ചീത്ത വിളിച്ചാലും കുറച്ച് കഴിയുമ്പോൾ മടുക്കുമല്ലോ, മതിയാവുമല്ലോ. അങ്ങനെ ഈ വൃദ്ധൻ മടങ്ങിപ്പോയ സന്ദർഭത്തിൽ മാർമഡിക് പിക്താൽ താഴെ ഇറങ്ങി വന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് അയാളേക്കാൾ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ, ഞാൻ ദൂരെ നിന്ന് ഇത്രയും നേരം വീക്ഷിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു വൃദ്ധൻ, നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനായ തന്നെ ഇത്രയധികം ആക്ഷേപിച്ചിട്ടും ഭത്സിച്ചിട്ടും ശകാരിച്ചിട്ടും ചീത്ത വിളിച്ചിട്ടും ഒടുവിൽ ശാരീരികമായി മർദ്ദനമുറകൾ സ്വീകരിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒന്ന് വാക്കുകൊണ്ടുപോലും നീ തിരിച്ച് പ്രതികരിക്കാത്തത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രവാചകനെ ഓർത്തു. ഏത് പ്രവാചകനെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഈ പുതിയ നൂറ്റാണ്ടിലെ ഒരു നഗരാതിർത്തിയിലെ ഒരു ചെറുപ്പക്കാരനെ എങ്ങനെയാണ് ഇത്രമേൽ സ്വാധീനിച്ചത് എന്നാണ് ആ പാതിരി പിന്നീട് ചിന്തിച്ചത്. ആ ചിന്തയാണ്, അന്വേഷണമാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. ഞാനും നിങ്ങൾ എവിടെ നിൽക്കുന്നു? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏത് കാര്യത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രമേൽ സ്വാധീനം ചെലുത്തിയത്? ഒരു നിമിഷം എല്ലാവരും ശാന്തമായിട്ട് ആലോചിക്കണം. എത്രമേൽ നമ്മെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാധീനിച്ചിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പെർഫെക്റ്റ് മോഡൽ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഉത്തമമായ ഒരു മാതൃക പ്രവാചകനിലുണ്ട് നിങ്ങൾക്ക് വേണ്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഏത് മാതൃകയാണ്? പ്രവാചകൻ്റെ ജീവിതത്തിലെ ഏത് മാതൃകയാണ്? ഇപ്പം നമ്മൾ പറയും, പ്രവാചകൻ നിസ്കരിക്കാൻ പറഞ്ഞ് നമ്മൾ നിസ്കരിക്കുന്നു. എന്നാൽ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, പ്രവാചകൻ നമസ്കരിക്കാൻ പറഞ്ഞതുപോലെയാണോ നമ്മൾ നിസ്കരിക്കുന്നത്? പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. ആര് വെച്ച പള്ളി? ഇസ്ലാമിൽ ആർക്കാണ് പള്ളി വയ്ക്കാൻ അധികാരം? ഇസ്ലാമിൽ ആർക്കാണ് പള്ളിയിലെ ഇമാമിനെ നിശ്ചയിക്കാനുള്ള അധികാരം? നമ്മുടെ നമസ്കാരമൊക്കെ സത്യത്തിൽ ഡ്യൂപ്ലിക്കേറ്റാണ്. ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ വിടുവായുത്തം പറയുകയല്ല, തമാശ പറയുകയല്ല, നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ നാട്ടിലൊരു പള്ളി പൊളിഞ്ഞിരുന്നല്ലോ 1992 ഉത്തർപ്രദേശിൽ അയോധ്യയിൽ. കുറച്ച് ഫാഷിസ്റ്റുകൾ അത് തകർത്തു. കുറേ ആളുകൾ പ്രതിഷേധിച്ചു, ഇന്നും പ്രതിഷേധിക്കുന്നു. ആദ്യമായി പള്ളി തകർത്തത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. മുഹമ്മദ് നബി പള്ളി തകർക്കുകയോ? അതെ. എന്താ തെളിവ്? ഖുർആനിൽ. മസ്ജിദുൽ ദിറാർ എന്ന പള്ളി തകർത്തത് പ്രവാചകനാണ്. എന്തുകൊണ്ടായിരുന്നു ഒരു പള്ളി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തകർത്തത്? പഠിക്കണ്ടേ? ബാബറി മസ്ജിദിൻ്റെ പ്രശ്നത്തിന് നമുക്ക് ബഹളം വെക്കാം, പ്രക്ഷോഭം നടത്താൻ, വരട്ടെ, ഒന്ന് നിൽക്ക്. പ്രക്ഷോഭത്തിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം, പ്രവാചകൻ ഒരു പള്ളി തകർത്തിരുന്നു. എന്ത് കാരണത്താൽ? പ്രവാചകൻ പള്ളി തകർത്തത്, ഒരു പള്ളി ഒരു നാട്ടിൽ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ നാട്ടിലെ ഇസ്ലാമിക നേതൃത്വമാണ്. ഇപ്പം നമ്മൾ പെരുമ്പിലാവുകാർ അവിടെ ഒരു പള്ളി വെക്കും, കുരട്ടിക്കരക്കാർ അവിടെ ഒരു പള്ളി വെക്കും, ചാലിശ്ശേരിക്കാർ അവിടെ ഒരു പള്ളി വെക്കും. ഇതാരും ആലോചിച്ചിട്ടോ പറഞ്ഞിട്ടില്ല, നാട്ടുകാർ കൂടി തീരുമാനിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് പള്ളിയിൽ പോകാൻ, അപ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ടാവട്ടെ. ഇങ്ങനെയൊക്കെയാണല്ലോ പള്ളി ഉണ്ടാവുക. ഞാൻ പറയുന്നത്, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പോലും
ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങളല്ല നമ്മൾ യഥാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് നമസ്കാരം നമ്മുടെ നാട്ടിലെ ഇമാമിനെ കുറച്ച് ആളുകൾ കൂടി പള്ളി കമ്മിറ്റി തീരുമാനിക്കും. ഇസ്ലാമിക രാഷ്ട്രമാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഇസ്ലാമിക രാഷ്ട്രമില്ല, ഇസ്ലാമികമായൊരു സമൂഹമില്ല. നമ്മളിങ്ങനെ കുറേ ആരാധനകളും ആചാരങ്ങളും കൊണ്ട് നടക്കണം. അതുകൊണ്ട് പ്രവാചകനോട് സത്യസന്ധമായ സ്നേഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മിനിമം ചെറുപ്പക്കാരോട്, വിദ്യാർത്ഥികളോട് പറയും, പഠിക്കണം. പ്രവാചകനെക്കുറിച്ച് നല്ല അർത്ഥത്തിൽ തന്നെ പഠിക്കണം. അതിന് വലിയ ഇസ്ലാമിക കോളേജിലൊന്നും പഠിക്കണ്ട. ഞാനങ്ങനെ ഇസ്ലാമിക കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. പഠിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് നമുക്ക് ലഭ്യമായ പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തി ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പ്രവാചകനെ അറിയേണ്ട വിധം അറിഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥനായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം. ജനിക്കും മുമ്പ് പിതാവ് നഷ്ടപ്പെട്ടയാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയെ കണ്ടിട്ടില്ല. ആകെ കൂടിയുള്ളൊരു ഓർമ്മ 6 വയസ്സുള്ള സമയത്ത് ഉമ്മ ആമിനയുമായി ഉപ്പയുടെ ഖബർ സന്ദർശിച്ചു എന്നതാണ്. ഖബറേ കണ്ടിട്ടുള്ളൂ, ഉപ്പയെ കണ്ടിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ യാത്രയിൽ തന്നെ ഉമ്മ ആമിന ബീവി മരണപ്പെടുകയാണ്. അങ്ങനെ ഉപ്പ ജനിക്കും മുമ്പ് നഷ്ടപ്പെട്ട, കുട്ടിക്കാലത്ത് ഉമ്മ നഷ്ടപ്പെട്ട, പൂർണ്ണമായും അനാഥനായ ഒരു ബാലൻ. നമ്മുടെ നാട്ടിലുണ്ട് എത്തീമീങ്ങൾ, അനാഥ മക്കൾ. പക്ഷെ ഒരു അനാഥൻ ലോകത്തിൻ്റെ കാരുണ്യമായി മാറുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലല്ലാതെ മറ്റൊരു ഉദാഹരണം ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റും? ലോകത്ത് 2 ആളുകളാണ് ഈ വിധത്തിൽ അനാഥത്വത്തിലും ലോകത്തിന് ആശ്വാസമായി മാറിയിട്ടുള്ളത്. ഒന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ജീസസ് ക്രൈസ്റ്റ്, ഈസ അലൈഹിസ്സലാം. ഈസ അലൈഹിസ്സലാമയ്ക്ക് പിതാവേ ഇല്ല എന്ന വാർത്തയാണ് ആകാശത്ത് നിന്ന് അറിയിക്കപ്പെട്ടത്. പക്ഷെ അവർ കാരുണ്യത്തിൻ്റെ മാലാഖയായി മാറുന്നു. ഒരു അനാഥന് അറിയാം ഒരു അനാഥത്വത്തിൻ്റെ വേദന. മറ്റാർക്കും, സ്വയം അനാഥത്വം അനുഭവിക്കാത്ത ഒരാൾക്കും അനാഥത്വത്തിൻ്റെ തീരാവേദനകൾ അറിയില്ല. അതറിഞ്ഞവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മരണം വരെ അനാഥകളെ നെഞ്ചോട് ചേർത്ത് പ്രവാചകൻ നിർത്തിയത്. ഞാനും അനാഥനും സ്വർഗത്തിൽ ഇതുപോലെയാണ് എന്ന് 2 വിരലുകൾ ചേർത്ത് നിർത്തി പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ടാണ്. വിധവകളെ സംരക്ഷിക്കുന്നവനും അനാഥകളെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണ്, ഞാനും അവനും ഇതുപോലെയാണ് സ്വർഗത്തിൽ. അപ്പം അങ്ങനെ കാരുണ്യത്തിൻ്റെ ഒരു പര്യായമായി പ്രവാചകൻ വളരുന്നു. നമുക്കറിയാമല്ലോ, അറബികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത് അൽ അമീൻ എന്നാണ്. നമ്മൾ സാധാരണ പറയാം അയാൾ സത്യസന്ധനാണ്, ഉദാരനാണ്, ധർമ്മിഷ്ഠനാണ്, കാരുണ്യമുള്ളവനാണ് എന്നൊക്കെ പറയും. ഇത് അൽ അമീൻ, പേര് തന്നെ സത്യസന്ധത. സത്യസന്ധനാണെന്നല്ല, സത്യസന്ധത. അറബി അറിയുന്നവർക്കറിയാം അൽ അമീൻ എന്നതിൻ്റെ അതൊരു നാമവിശേഷണമല്ല, നാമമാണ്. അപ്പം സത്യസന്ധത എന്ന് മക്കയിലുള്ള മുഴുവൻ ആളുകളും വിളിക്കുമാർ ഇദ്ദേഹം വളർന്നു വരുന്നു. ഒരുപാട് തിന്മകളുള്ളൊരു സമൂഹമായിരുന്നു മക്കയിലേത്. കുടിയന്മാർ, പെണ്ണുപിടിയന്മാർ, കൊള്ളക്കാർ. ഒരു ആടെങ്ങാനും ഒരു ഒട്ടകമെങ്ങാനും അയൽപക്കത്തെ പറമ്പിൽ കയറി ഒരു ഇലയെങ്ങാനും കടിച്ചാൽ അതിൻ്റെ പേരിൽ 40 വർഷത്തോളം യുദ്ധം ചെയ്യുന്ന അത്രയും ആക്രമണോത്സുകമായ ഒരു വീരശൂര പരാക്രമത്തിൻ്റെ ആളുകളായിരുന്നു ഖുറൈശികൾ. അവിടെ ഒരു മനുഷ്യൻ ആരെയും വേദനിപ്പിക്കാതെ, മദ്യത്തിൻ്റെ ഒരു തുള്ളി പോലും ആസ്വദിക്കാതെ, ഒരു പെണ്ണിനെ കണ്ണുകൊണ്ട് പോലും ആക്രമിക്കാതെ, ഒരു കൊള്ളയും കൊള്ളിവെപ്പും നടത്താതെ തികച്ചും സത്യസന്ധനായി ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ജീവിക്കുന്നു. അത്ഭുതമല്ലേ? അത്ഭുതമല്ലേ? അദ്ദേഹം ആടുമേക്കാൻ പോകുന്നു. പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ് വളർന്നത്, ആടുമേച്ചിട്ടാണ്. കാലികളെ നയിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നെ മനുഷ്യരെ നയിക്കുന്നവരായി പ്രവാചകന്മാർ മാറുന്നത്. അങ്ങനെ ഏറ്റവും താഴെക്കിടയിൽ നിന്ന് കച്ചവടക്കാരനായി വളരുകയാണ്. ഖദീജയ്ക്ക് മുഹമ്മദ് നബിയോട് സ്നേഹമുണ്ടായത് അതുകൊണ്ടാണ്. സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ, ഒരു നയാ പൈസയുടെ കള്ളക്കണക്ക് പോലുമില്ലാതെ കച്ചവടത്തെ ലാഭകരമാക്കി മാറ്റുന്നു. സത്യസന്ധതയോടുകൂടി കച്ചവടം നടത്തണം. ഖദീജയ്ക്ക് സ്നേഹം മൂത്തിട്ട് അദ്ദേഹത്തെ തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവുകയാണ്. 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് സുന്ദരിയായ പെണ്ണുങ്ങളെ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ
അവരുടെ ആ ഒരു അന്തസ്സ്, ആഭിജാത്യം, അവരുടെ കച്ചവടത്തിലെ സത്യസന്ധത, അവരുടെ ഒരു സേവന തൽപരത, അതൊക്കെ കണ്ടുകൊണ്ട് ഖദീജയെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്നു. കുട്ടിക്കാലത്ത് എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. പ്രവാചകന് കുറേ ഭാര്യമാരായി ഉണ്ടായിരുന്നുണ്ട്. മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ പ്രവാചകൻ കുറേ പെണ്ണ് കിട്ടിയ ആളല്ലേ. അപ്പോൾ എനിക്കൊരു ജാള്യതയായിരുന്നു. അതുകൊണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു പ്രവാചകൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് തോന്നി സ്വയം. അങ്ങനെ കുറേ പുസ്തകങ്ങൾ, പ്രവാചകൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് കുറേ പുസ്തകങ്ങൾ വായിച്ചു. കണ്ണ് തള്ളിപ്പോയി, ഞെട്ടിത്തരിച്ചു പോയി. ആരെക്കുറിച്ചാണ് ഇവർ ഇങ്ങനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്? 25 വയസ്സുള്ള യുവകോമളനായ സുന്ദരനായ ചെറുപ്പക്കാരൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, പണ്ട് യൂസുഫ് നബിയിൽ പിന്നെ അസീസ് രാജാവിൻ്റെ പത്നി ഭ്രമം മൂത്ത് കയറി പിടിച്ച പ്രശ്നത്തിൽ ആരും പിടിച്ചു പോകുമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ സുന്ദരികളെ ആപ്പിളും കൊടുത്ത് കത്തിയും കൊടുത്ത് ആപ്പിൾ മുറിക്കാൻ ഇരുത്തിയിട്ട് യൗവനയുക്തനായ യൂസുഫ് അലൈഹിസ്സലാമെ മുമ്പിലൂടെ നടത്തിയപ്പോൾ എല്ലാവരും ആപ്പിൾ മുറിക്കുന്ന ശ്രദ്ധ മാറിപ്പോയി യൂസുഫ് നബിയെ കണ്ട് ഭ്രമിച്ചിട്ട് വിരൽ മുറിച്ച ഒരു സംഭവമുണ്ട് ചരിത്രത്തിൽ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അവരെങ്ങാനും എൻ്റെ ഭർത്താവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിരുന്നെങ്കിൽ വിരലല്ല കൈ തന്നെ മുറിക്കുമായിരുന്നു എന്നാണ്. അത്രയും സുന്ദരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിക്കുന്നത് 40 വയസ്സുള്ള 15 വയസ്സ് മൂപ്പുള്ള 2 തവണ വിധവയാക്കപ്പെട്ട ഖദീജ ബീവിയാണ്. വേറെ പെണ്ണില്ലാത്തതുകൊണ്ടാണോ? ഇനി ഈ ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53ാമത്തെ വയസ്സിലാണ്, റിട്ടയർമെന്റ് പ്രായത്തിലാണ്. അതുവരെ നബി വേറെ ഒരു വിവാഹവും കഴിച്ചിട്ടില്ല. നോക്കി, ഒരു പ്രവാചകൻ്റെ, ഒരു മനുഷ്യൻ്റെ ഈ വിഷയത്തിലുള്ള ആ സത്യസന്ധമായ നിലപാട്, ആ ഒരു സാൻമാർഗികമായ നിഷ്ഠ ബോധ്യപ്പെടാൻ ഇനി ഏത് ചരിത്രമാണ് പരിശോധിക്കേണ്ടത്? എത്ര പേർക്കറിയാം ഈ സത്യം? നമ്മുടെ പ്രവാചകനാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അഭിമാനം കൊള്ളുന്നു, ഊറ്റം കൊള്ളുന്നു. പഠിക്കണ്ടേ? ആ പ്രവാചകൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത്? ആ പ്രവാചകൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അത് മാത്രമാണ് എനിക്ക് ഈ സദസ്സിനോട് പറയാനുള്ളത്. പ്രവാചകൻ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി. നമ്മൾ ഒരുപാട് ഹദീസ് കേട്ടിട്ടുണ്ട്, പക്ഷേ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഹദീസാണ് ഇതുപോലെയുള്ള ഹദീസ്. കാരണം തുടങ്ങുന്ന തന്നെ നിങ്ങളിൽ ആരും മുസ്ലിങ്ങളാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും വിശ്വാസികളാവുകയില്ല. അപ്പം ശ്രദ്ധിച്ച് കേൾക്കണം എന്താണ് അതിനുശേഷം പറയാൻ പോകണം. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞു, ഹത്താ അകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളുടെ ഇച്ഛകൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞാൻ കൊണ്ടുവന്ന സന്മാർഗത്തിന് വിധേയപ്പെടുമ്പോഴേ. നമുക്കൊരുപാട് ഇഷ്ടങ്ങളുണ്ടല്ലോ. നമ്മുടെ ആളുകളോട്, ഭർത്താവിനോട്, ഭാര്യയോട്, ഉപ്പയോട്, ഉമ്മയോട്, മക്കളോട് ഒക്കെ തെറ്റുമ്പോൾ ഇത് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയലോഗ് അടിക്കും. അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം പ്രവാചകന് വേണ്ടി നിങ്ങൾ ബലി കഴിക്കണം. പ്രവാചകൻ കൊണ്ടുവന്ന ഹിദായത്തിന് വേണ്ടി നിങ്ങൾ ത്യജിക്കണം. എങ്കിലേ നിങ്ങൾ വിശ്വാസികളാവുകയുള്ളൂ. ഏത് ഇഷ്ടമാണ്, ഞാൻ വീണ്ടും ചോദിക്കുന്നു, നമ്മുടെ ഏത് ഇഷ്ടമാണ്, ഏത് താല്പര്യമാണ് അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന ഹിദായത്തിന് മുന്നിൽ, സന്മാർഗത്തിന് മുമ്പിൽ നമ്മൾ ഇങ്ങനെ അടിയറവ് വെച്ചത്, ത്യജിച്ചത്? വമാ അർസൽനാക ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാ. എന്തിനാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ നിയോഗിച്ചത്? അള്ളാഹു പറയുന്നു, ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാ, അള്ളാഹുവിൻ്റെ അനുമതിയോടെ അനുസരിക്കപ്പെടാനല്ലാതെ നിയോഗിച്ചിട്ടില്ല. അപ്പോൾ പ്രവാചകനോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്താ ചെയ്യണം? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നമുക്കൊക്കെ പെരുത്ത് ഇഷ്ടമല്ലേ അള്ളാഹുവിനോട്? സൃഷ്ടാവായ അള്ളാഹുവിനോട് ഭയങ്കര ഇഷ്ടം. നമ്മൾ 5 മിനിറ്റ് നമ്മുടെ കൂടെ നിന്ന് വർത്താനം പറഞ്ഞ ആരും അന്തം വിട്ടു, അത്ര ഇഷ്ടമാണ് പടച്ചവനോട്. കാരണം അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, യാ അല്ലാഹ്, യാ കരീം, യാ റഹീം, അല്ലാഹു അക്ബർ എന്നൊക്കെ ഇങ്ങനെ നിരന്തരം വരും നമ്മുടെ ഇഷ്ടം കൂടിയതുകൊണ്ട്. അങ്ങനെ അഥവാ ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്.
നിങ്ങൾ ഈ പറയുന്ന ഇഷ്ടം, നിങ്ങളെ പടച്ച തമ്പുരാനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫത്തബിഊനി, യു ഹാവ് ടു ഒബേ മീ. നിങ്ങൾ എന്നെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം. അപ്പം അനുസരണമാണ് ഇഷ്ടത്തെ തീരുമാനിക്കുന്നത്. ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭർത്താവ് പറയണ ഒന്നും കേൾക്കൂല, എങ്ങനെയുണ്ടാവും? വേണമെങ്കിൽ ഈ പെമ്പറം നോത്തി എപ്പോഴും പറയും, എൻ്റെ ഭർത്താവ് ഭയങ്കര സുന്ദരനാ, എൻ്റെ ഭർത്താവ് അങ്ങനെയാ ഇങ്ങനെ, എന്ത് നല്ലവനാണെന്നറിയോ. പക്ഷെ ഒരു കാര്യവും ഭർത്താവ് പറയണ ഈ പെമ്പറം നോത്തി അനുസരിക്കില്ല. അതുപോലെ അർത്ഥരഹിതമാണ് പ്രവാചകനെ കുറിച്ചുള്ള നമ്മുടെ വർത്തമാനം. അപ്പോൾ റസൂലിനോടുള്ള നമ്മുടെ ഇഷ്ടം യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ഇത്താഴത്തിലാണ്, അനുസരണത്തിൽ. വമാ അർസൽനാക ഇല്ലാ കാഫത്തുൽ ലിൽ ആലമീൻ, മുഴുവൻ ലോകർക്കുള്ള പ്രവാചകനാണ്. ഞാൻ ആലപ്പുഴ ഒരു സ്കൂളിൽ ഇൻസ്പെക്ഷൻ പോയി, നമ്മുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കുക, 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നമ്മുടെ നബിയുടെ പേരെന്ത്? അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഈസാ നബി. നോ റെസ്പോൺസ് ഫ്രം ദ പാർട്ട് ഓഫ് ടീച്ചർ. നെക്സ്റ്റ് അടുത്ത കുട്ടി, മൂസാ നബി. നോ. ഏതോ ഒരു കുട്ടി പറഞ്ഞു മുഹമ്മദ് നബി. വെരി ഗുഡ്, സിറ്റ് ഡൗൺ. അപ്പോൾ ഞാൻ പഠിച്ച ഇസ്ലാം അനുസരിച്ച് എനിക്കത് സഹിച്ചില്ല. ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഇൻഡയറക്ട്ലി ഐ വാസ് ആസ്കിങ് ദ ടീച്ചർ. ഞാൻ കുട്ടികളോട് ചോദിച്ചു, അല്ല മക്കളെ, ഈസാ നബി ആരുടെ നബിയാണ്? മൂസാ നബി ആരുടെ നബിയാണ്? ഇബ്രാഹിം നബി ആരുടെ നബിയാണ്? അപ്പോൾ ടീച്ചർക്ക് ചെറുതായിട്ട് ഇങ്ങനെ കത്തി തുടങ്ങി. ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, പ്രവാചകന്മാർക്കിടയിൽ യാതൊരു വ്യത്യാസവുമില്ല. ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രോഫറ്റ്സ്. ഇങ്ങനെ ഒരു ഇസ്ലാമിനെ നമുക്ക് ഉൾക്കൊള്ളാനായാൽ നമ്മൾ എത്ര സന്തോഷത്തോടെ നമ്മുടെ ആളുകളുടെ ജീവിക്കും. ഒരു ബസ്സിൽ കയറുമ്പോൾ 2 സീറ്റ് കാലി, ഒരു സീറ്റിൽ ഒരു പർദ്ദയിട്ട സ്ത്രീ ഇരിക്കുന്നു, അതിന് തൊട്ടടുത്തുള്ള സീറ്റ് കാലി. വേറൊരു സീറ്റിൽ ഒരു ചന്ദനക്കുറിയിൽ ഒരു പൊട്ട് തൊട്ട ഒരു സ്ത്രീ ഇരിക്കുന്നു, അതിൻ്റെ അടുത്തുള്ള സീറ്റ് കാലി. നമ്മളൊരു ഇത്താത്ത ബസ്സിൽ കയറുന്നു, 2 സീറ്റുണ്ട്. വിച്ച് സീറ്റ് വിൽ യു പ്രിഫർ? ഹലോ, പർദ്ദയിട്ട സ്ത്രീയുടെ അടുത്തിരിക്കാനാണോ, പിന്നെ ഒരു ചന്ദനക്കുറിയുള്ള സ്ത്രീയുടെ അടുത്തിരിക്കാനാണോ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? അവിടെ തുടങ്ങുന്നു നമ്മുടെ ഇസ്ലാം. എന്താണ് വ്യത്യാസം? ഒരാൾ പർദ്ദയിട്ടു എന്നതോ ഒരാൾ ചന്ദനക്കുറി ഇട്ടതോ എന്നതോ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ഖുർആൻ പഠിക്കണം. എന്ത് രസമായിരിക്കും എന്നറിയും. നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളും ആക്കിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രം. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തഖ്വയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ തഖ്വയുള്ളവൻ. ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാവണം, അതിനെ വെച്ചുള്ളൂ. ഈ വേഷഭൂഷാദികളിലൊന്നും യാതൊരു കാര്യമില്ല. കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം. പ്രവാചകൻ അനുസരിക്കാൻ പറഞ്ഞത് നമസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും ഹജ്ജിലും മാത്രമല്ല. ഹി ഈസ് ആസ്കിങ് us യുവർ ലൈഫ്. ജീവിതം നിങ്ങൾ സമർപ്പിക്കണം. അസ്ലിം. ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു, ഒറ്റ വാക്കിലാണ് പറഞ്ഞത്, അസ്ലിം. അപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. അതുപോലെ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കാൻ പറ്റണം. യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖിലൂ ഫിസ്ലിമി കാഫ, ജീവിതം മുഴുവൻ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം. ഫുട്ബോളിലെ യാത്ര പറ്റൂല. ചില ആളുകൾ ബസ്സിൽ കയറുമ്പോൾ ഉണ്ടല്ലോ, തൂങ്ങി നിൽക്കുക, ഒരു കൈ കൊണ്ട് ആ കൊടുത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുക. ആ പരിപാടി കയറുമ്പോൾ അങ്ങോട്ട് കയറുക നന്നായിട്ട്. അള്ളാഹുവിൻ്റെ ദീനിൽ പൂർണ്ണമായി നമ്മൾ പ്രവേശിക്കാം. അപ്പോൾ നമുക്കൊരു സുഖമുണ്ടാവും. ആ സുഖം നമുക്ക് ഇഹലോകത്ത് തന്നെ അനുഭവിക്കാൻ പറ്റും, പരലോകത്തല്ല. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ. ഇപ്പോൾ വിശ്വാസികൾ എങ്ങനെയാണ് വിശ്വാസികളെ തിരിച്ചറിയുക? ഖുർആൻ പറയുന്നു, വല്ലദീനഹും ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. വളരെ സിമ്പിൾ, വളരെ ക്ലിയറാണ്. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണോ എങ്കിൽ ലാ ഖൗഫുൻ അലൈഹിം, ഒരു ഭയവും ഉണ്ടാവില്ല നിങ്ങൾക്ക്. അവർക്ക് യാതൊരു ഭയവും ഉണ്ടാവില്ല വിശ്വാസികൾ. നമുക്ക് എത്ര തരം പേടിയാ.
പകല് പേടി, രാത്രി പേടി, ആരെങ്കിലും വന്ന് കൊന്നുകളയെന്ന് പേടി, പിടിച്ചു പറിക്കുമെന്ന് പേടി, ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് മനസ്സിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. ചിരിക്കുന്നില്ല, ഒന്നും മുഖത്തൊരു പ്രസന്നതയില്ല. അങ്ങനെ നമ്മൾ നടക്കുകയാണ് അസ്വസ്ഥപ്പെട്ട്. രണ്ടാമത്തതോ വലാഹും യഹ്സൻ, ഒരു വേദനയും ഉണ്ടാവില്ല. വേദന ഇല്ലെന്നാ. നിങ്ങളൊരു ഒരു ആശുപത്രിയിലൊന്ന് പോയി നോക്കി, കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ആശുപത്രി വരുമ്പോഴും മാന്യമായി സാധാരണ പോലെ വർത്തമാനമൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് സുഖമില്ലാതെ ഒരു ഉമ്മ ആശുപത്രി വരികയാണ്. ഉമ്മ എങ്ങനെയാണ് വേണ്ടത്? ഉമ്മ ആകെ വിഷമിച്ച് വേദനിച്ച്, എൻ്റെ കുഞ്ഞിന് സുഖമില്ല. അതിന് അള്ളാഹു നിങ്ങൾക്ക് അസുഖം നൽകിയാൽ അള്ളാഹു തന്നെ ശമനം നൽകും. അത് ഖുർആൻ. അത് വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ചിരിച്ചാൽ കുട്ടിക്ക് ആശ്വാസമാണ്. മരുന്നില്ലാതെ നിങ്ങളുടെ കുട്ടിയെ സുഖപ്പെടുത്താൻ ഏറ്റവും എളുപ്പമാണ്. നിങ്ങൾ ചിരിച്ചാൽ മതി. നിങ്ങളിങ്ങനെ വിഷമിച്ചാൽ കുട്ടി വിഷമിക്കും. മനസ്സിന് രോഗം വന്നാൽ ശരീരത്തെ അത് കൂടുതൽ ബാധിക്കും. അതുകൊണ്ട് മനസ്സിന് കരുത്തുണ്ടാവണം. അപ്പോൾ ചിരിക്കണം, പ്രസന്നമായിരിക്കണം. നമുക്കത് കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും പ്രവാചകനെ നമ്മൾ കൊണ്ടുവരണം. അതിപ്പോൾ നടക്കുന്നില്ല. നമസ്കരിക്കുന്നു, കുറച്ച് ഖുർആൻ ഓതുന്നു, പിന്നെ നമുക്ക് തോന്നിയതുപോലെ. അതിന് പകരം വളരെ അടുക്കും ചിട്ടയോടും കൂടി പടച്ചവൻ്റെ തൃപ്തി മോഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പ്രവാചകൻ്റെ മാതൃക സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ആളുകൾ എങ്ങനെ മുസ്ലിം ആവുക? ഇപ്പം നിങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എനിക്കും അറിയാം, എൻ്റെ ബർത്ത്ഡേ അറിയാം. നിങ്ങൾ മുസ്ലിമായ ഡേറ്റ് ഒന്ന് പറഞ്ഞേ. സാർ എന്താ ഇങ്ങനെ ചോദിക്കണം? എൻ്റെ ഉമ്മ മുസ്ലിമാണ്, വാപ്പ മുസ്ലിമാണ്, ഞാൻ ജനിച്ച മുതലേ ഞാൻ മുസ്ലിം. അങ്ങനെയുണ്ടോ ഇസ്ലാം? ഞാൻ പറയണതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തീർത്തിട്ടേ നിങ്ങൾ പോവാം. പകുതി കേട്ട് പോയിട്ട് കുഴപ്പമുണ്ടാക്കരുത്. നമ്മൾ എന്നാണ് മുസ്ലിം ആയത്? ഇസ് ദർ എനി ഡേറ്റ് ഫോർ ദാറ്റ്? ഇല്ല സാർ, ഞങ്ങൾ ജനിച്ചപ്പോഴേ മുസ്ലിമാണ്. എന്നാൽ പിന്നെ നമ്മുടെ നൂഹ് നബിയുടെ മോൻ മുസ്ലിം ആവണ്ടേ? നബിയുടെ മോന് അല്ല. അങ്ങനെയുണ്ട്. വിശുദ്ധ ഖുർആനിൽ കേട്ടിട്ടില്ലേ? ഇങ്ങനെ കപ്പലുണ്ടാക്കി എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ സ്പീഷീസിനെ കയറ്റി അങ്ങനെ രക്ഷപ്പെടാൻ പോയപ്പോൾ മോൻ ഇങ്ങോട്ട് കയറിയില്ല. അപ്പോൾ എൻ്റെ മോനാണ് പടച്ചവനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ അവൻ നിന്റെ അഹ്ലിൽ പെട്ടവനല്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. മോനെക്കുറിച്ച്, ഒരു പ്രവാചകന്റെ മോനെക്കുറിച്ച്. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ പ്രവാചകന്മാരുടെ ഭാര്യമാരാണ്. അവരോ സത്യനിഷേധികൾക്ക് ഉദാഹരണമായിട്ട് ഖുർആൻ പറഞ്ഞത് രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരെയാണ്. അപ്പൊ തങ്ങളുടെ ഭാര്യയാണ്, ഹാജിയാരുടെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല മെച്ചമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഈ ബന്ധത്തിന് ഇതിന് യാതൊരു അവസ്ഥയില്ല. ഇത് നമ്മൾ അറിഞ്ഞ് അംഗീകരിച്ചാലാണ് മുസ്ലിം ആവുക. എങ്ങനെയായിരുന്നു പ്രവാചകന്റെ കാലത്ത് ആളുകൾ മുസ്ലിം ആയത്? ഇപ്പൊ ഇസ്ലാം ഇഷ്ടപ്പെട്ടു, പ്രവാചകനായി അംഗീകരിച്ചു. ആളുകൾ എങ്ങനെ മുസ്ലിമായി? ആളുകൾ മുസ്ലിമായത് പ്രവാചകന്റെ മുമ്പിൽ വരുന്നു. ആണുങ്ങളാണെങ്കിൽ പ്രവാചകന്റെ കൈ പിടിക്കുന്നു. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയും. പ്രവാചകന്റെ കൈ പിടിച്ച് ബൈഅത്ത് എന്നാണ് അറബിയിൽ പറയുക സാങ്കേതികമായിട്ട്. ഇറ്റ്സ് എ പ്ലഡ്ജ്, ഒരു പ്രതിജ്ഞ ചെയ്യും. താങ്കളെ പ്രവാചകനായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ ഇലാഹ അംഗീകരിച്ചു. ഈ പ്രതിജ്ഞ ചൊല്ലുമ്പോഴാണ് ഒരാൾ മുസ്ലിം ആവുക. സ്ത്രീകളാണെങ്കിലോ ഫിഖ്ഹിലുണ്ടത്. റസൂലിന് തുണിയാണ് പിടിക്കുക. തുണിയുടെ ഒരറ്റം പ്രവാചകൻ പിടിക്കും, മറ്റേ തലക്കിൽ സ്ത്രീ പിടിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഷഹാദത്ത് കലിമ പറയും. നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് മാത്രം ഉസ്താദ് പറഞ്ഞു തന്നിട്ടില്ല. ഒന്നാമത്തെ ഫർദ് ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഹൗ ടു അപ്ലൈ ദാറ്റ്? ഇൽമും ഹിക്മത്തും ഉണ്ട്. ഇൽമു നമുക്ക് മദ്രസയിൽ നിന്ന് കിട്ടി, പക്ഷേ ഹിക്മത്ത് നമുക്ക് കിട്ടിയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ സയൻസ് ഉണ്ട്, ടെക്നോളജി നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഒരാൾ മുസ്ലിം ആവുന്നതിൻ്റെ ടെക്നോളജിയാണ് ഞാൻ ഈ പറഞ്ഞത്. സമൂഹത്തിൽ ഇസ്ലാമിക നേതൃത്വത്തെ ബൈഅത്ത് ചെയ്തുകൊണ്ടാണ് ഒരാൾ മുസ്ലിം ആവുക. ഇതിൻ്റെ സീരിയസ്നെസ് അറിയാം നിങ്ങൾക്ക്? സ്കൂളിലിങ്ങനെ ടീച്ചേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ ഈ ഇസ്ലാമിക്സ് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സിനോട് ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഒരാൾ മരിച്ചാൽ എത്രയും പെട്ടെന്ന് ഖബറടക്കണമെന്നാണ്. ശരിയാണ് സർ, എത്രയും പെട്ടെന്ന് ഖബറടക്കണം.
പ്രവാചകനെ ഏറ്റവും അധികം അനുസരിക്കുന്ന ആളുകളായിരുന്നു പ്രവാചകന്റെ സുഹൃത്തുക്കൾ, അനുയായികൾ, സ്വഹാബികൾ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു അവരൊക്കെ നന്നായിട്ട് അനുസരിക്കുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് ഒരു തിങ്കളാഴ്ച, ഖബറടക്കിയതോ ബുധനാഴ്ച. എത്ര വലിയ അക്രമം അല്ലേ! നബി പറഞ്ഞു ഒരാൾ മരിച്ചാൽ എത്രയും പെട്ടെന്ന് ഖബറടക്കണം. ഇതൊക്കെ നന്നായി പഠിച്ച് അനുസരിക്കുന്ന നല്ലൊരു സഹാബി വൃന്ദം പ്രവാചകനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസം മരണപ്പെട്ട വഫാത്തായ പ്രവാചകനെ 2-3 ദിവസം ഇട്ട് പിന്നെ ബുധനാഴ്ച ഖബറടക്കിയത്? അപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, ഞാൻ ഒരുപാട് ചിരിച്ചു. സാറേ, പ്രവാചകനല്ലേ, കുറേ ആളുകൾ കാണാൻ വരാനുണ്ടാവും, പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകും. ഞാൻ ഒരുപാട് ചിരിച്ചു. എന്തുകൊണ്ടാണ്? ചില ആളുകൾ, അപൂർവമായി ചില ആളുകൾ പറഞ്ഞു അത് ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിട്ടില്ല, ഞാൻ വീണ്ടും ചോദിച്ചു, അവർക്ക് ഖബറടക്കിയിട്ട് തിരഞ്ഞെടുത്താൽ പോരെ? ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാപം ആ മയ്യത്തിനായിട്ട് പീഡിപ്പിക്കണോ? ഇത് ചെറിയ കാര്യമല്ല. മുസ്ലിങ്ങൾ നന്നാകാൻ ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഈ ഒരൊറ്റ അധ്യായം പ്രവാചകന്റെ ഖബർ മറമാടൽ അതുമാത്രം അല്പം ഗൗരവത്തിൽ പഠിച്ചാൽ ഈ മുസ്ലിം സമുദായം രക്ഷപ്പെടും. എന്താ പ്രശ്നം എന്നറിയോ? ഈ സമുദായത്തിന്, ഈ കമ്മ്യൂണിറ്റിക്ക്, ഈ ഉമ്മത്തിന് ഒരു ലീഡർ വേണം. ലീഡർ ഇല്ലാത്ത ഒരു സെക്കൻഡ് പോലും ഈ സമുദായത്തിന് ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീവനുള്ള ഒരു ലീഡർ ഇല്ലെങ്കിൽ മരിച്ച ആൾ അവിടെ നിൽക്കട്ടെ, ഖബറടക്കിയ കഴിഞ്ഞില്ലേ, നേതാവില്ലാത്ത കുറച്ച് സമയം അവിടെ ഉണ്ടാവും. അങ്ങനൊരു ഘട്ടം ഈ ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടാകാൻ പാടില്ല എന്ന അത്രയും ഗൗരവമുള്ള കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് പുതിയ ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത് വരെ അവിടെ ഖബറടക്കം മാറ്റിവെച്ചത്, നീട്ടിവെച്ചത്. നിസ്കാരം നടക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നമസ്കാരം കൃത്യമായി 3 ദിവസം നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഖലീഫ വേണം. നമ്മൾ കുറേ ഹദീസുകൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറേ ഹദീസ് നമ്മൾ പഠിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ മാത വലം യഅരിഫ് ഇമാമ സമാനിഹി ഫഖദ് മാത മീതതൻ ജാഹിലിയ. ഒരാൾ തൻ്റെ കാലത്തെ ഇസ്ലാമിക നേതൃത്വത്തെ അറിയാതെ മരണപ്പെട്ടാൽ ഫഖദ് മാത മീതതൻ ജാഹിലിയ, മൗത്തനല്ല മീതതൻ, ചത്തുപോയെന്നാണ്. ജഹാലത്തിൽ, ജാഹിലിയത്തിൽ അയാൾ ചത്തുപോയി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹൂ ഈസ് യുവർ ലീഡർ? ഹൂ ഈസ് യുവർ ലീഡർ? മുസ്ലിങ്ങൾ മറുപടി പറയണം. ആരാണ് നിങ്ങളുടെ നേതാവ്? നിങ്ങളുടെ നാട്ടിലെ പിന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സാണോ? അല്ലെങ്കിൽ പള്ളിയിൽ ഇമാമത്ത് നമ്മുടെ ഉസ്താദാണോ? ഇസ്ലാമിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ലീഡർഷിപ്പാണ്. നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കാനുള്ള അധികാരമുള്ള നേതൃത്വം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. ആരാണ് ഈ ഉലുൽ അംരി മിൻകും? ഞാൻ ഈ ആയത്തൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ അന്തം വിട്ട് ആകാശത്ത് നോക്കി ഇരുന്നിട്ടുണ്ട്. ആരാണ് നമ്മുടെ നേതാവ്? അപ്പോൾ പ്രവാചകനോട് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ സ്വീകരിക്കണ്ടേ? അലൈക്കും ബിൽ ജമാഅത്തി വൽ വസ്സംഇ വൽ ഇതാഅത്തി വൽ ജിഹാദി എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ഹദീസുണ്ട്. നിങ്ങൾ സൂക്ഷിക്കേണ്ട, നിങ്ങൾ നിർബന്ധമായി പാലിക്കേണ്ട കാര്യങ്ങൾ. അലൈക്കും ബിസ്സംഇ വൽ ഇതാഅത്തി വൽ ജമാഅത്തി വൽ ജിഹാദി എന്നൊക്കെ പറഞ്ഞ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. അതിൻ്റെ ഗൗരവത്തിൽ കാര്യങ്ങൾ പൂർണ്ണമായും ഗ്രഹിക്കുന്ന വിധത്തിൽ കേൾക്കണം, അനുസരിക്കണം. നിങ്ങൾ ഒന്നായി നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ. നിങ്ങൾ ഒറ്റക്കെട്ടായി അല്ലാഹുവിൻ്റെ ഹബിലിനെ, പാശത്തെ മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. ഖുർആൻ നിങ്ങൾ ഉറക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് പ്രവാചകനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവസാനിപ്പിക്കണം. പ്രവാചകനോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് നമ്മൾ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ചെറിയ ക്ലാസ്സിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറേബ്യയിൽ നബിയെ കൊല്ലാൻ ധൈര്യമുണ്ടായിരുന്ന ഒരേ ഒരാൾ, അതാണ് ഉമർ. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെയുണ്ട് ചില മനുഷ്യർ, സത്യമെന്ന് കരുതുന്നതിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കും. അങ്ങനെ സമർപ്പിച്ച ഒരാളായിരുന്നു ഉമർ. നബി ആദ്യം അംഗീകരിച്ചിരുന്നില്ല.
നാട്ടിലാകെ കലാപം ഉണ്ടാക്കുന്ന കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞു വരുത്തിയപ്പോൾ അങ്ങനെ വിശ്വസിച്ചിട്ട് എന്നാൽ തലയെടുക്കാൻ 100 ഒട്ടകം പ്രതിഫലമുണ്ടെന്ന് കേട്ടപ്പോൾ തയ്യാറായി മുന്നോട്ട് വന്ന ധീരനായ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലാമെന്ന ആളാണ്. പക്ഷെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടെന്ന് കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? ഒരു പൂച്ചക്കുട്ടിയെ പോലെ കരഞ്ഞു വിളിച്ച്, ആരാണ് പറഞ്ഞത് എൻ്റെ പ്രവാചകൻ മരണപ്പെട്ടു എന്ന്? വിശ്വസിക്കുന്നില്ല. ആ ഫ്രണ്ടിൽ മയ്യത്തുണ്ട്, പക്ഷെ എന്നിട്ട് വാൾ ഉയർത്തിപ്പിടിച്ചിട്ട് തേങ്ങിക്കരയാണ്. ആരാ പറഞ്ഞത് എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മരണപ്പെട്ടു എന്ന്? വിശ്വസിക്കാതെ, അത് ഉൾക്കൊള്ളാനാകാതെ വേദനയോടുകൂടി വികാര വിജൃംഭിതനായി ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കറങ്ങിക്കളിക്കുക. ആ സ്നേഹത്തിൻ്റെ ആഴം അത്. ഹിജ്റയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ പലായനം ചെയ്യുന്നു. ആകെ കൂടെ ഉണ്ടായിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. രണ്ടാളും കൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് നേരം അബൂബക്കർ ഫ്രണ്ടിൽ നടക്കും, പിന്നെ പിറകെ വരും, പിന്നെ ഇടത്ത്, പിന്നെ വലത്ത്, ഇങ്ങനെ വട്ടം ചുറ്റുക റസൂലിൻ്റെ ചുറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അബൂബക്കർ ഇത്? നീ ഇങ്ങനെ ഇടയ്ക്ക് ഫ്രണ്ടിൽ പിന്നെ ബാക്കിൽ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ഓടിക്കളിക്കണേ എന്താ? പ്രവാചകരെ, ഞാൻ മുന്നിലൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നും അങ്ങേ ആരെങ്കിലും പിറകെ നിന്ന് വന്ന് ആക്രമിക്കുമോ എന്ന്. ഞാൻ പിറകിൽ വരുമ്പോൾ എനിക്ക് തോന്നും ഇടത് ഭാഗത്ത് കൂടി ആരെങ്കിലും വന്ന് ആക്രമിക്കുമെന്ന്, പിന്നെ തോന്നും വലത് ഭാഗത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. അതാണ് ആ സ്നേഹം. ഒരു സഹാബിയെ അവിടുത്തെ ക്രിസ്ത്യാനികളും ജൂതന്മാരും കുരിശിൽ കൊന്നു നിർത്തി. കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കൊന്നുകളയല്ല, ഭീകരമായി പീഡിപ്പിക്കണം. ഓരോ രോമകൂമത്തിലേക്കും അമ്പെയ്ത് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ രക്തം ധാരധാരായി ഒലിച്ചുകൊണ്ടിരിക്കുക. ജീവന് വേണ്ടി ഇങ്ങനെ പിടയാണ്. ആ സഹാബിയോട് ഈ ശത്രുക്കൾ അവസാനം ചോദിക്കുന്നു, നിന്നെ ഞങ്ങൾ കുരിശിൽ നിന്ന് താഴെ ഇറക്കാം, നിന്റെ ഈ സ്ഥാനത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സഹാബിയുടെ മറുപടി, എൻ്റെ സ്ഥാനത്ത് എൻ്റെ പ്രവാചകൻ കിടക്കുന്നതോ പോകട്ടെ, അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് ഹുബ്ബുർ റസൂൽ, പ്രവാചകനോടുള്ള അദമ്യമായ സ്നേഹം. ഈ സ്നേഹം പ്രവാചകനോട് സഹാബികൾ സ്വീകരിച്ചത് അനുസരണത്തിലൂടെയായിരുന്നു, പ്രവാചകനെ വിധേയപ്പെട്ടുകൊണ്ടായിരുന്നു. പ്രവാചകൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത് നമുക്കറിയാമല്ലോ. ഈ യുദ്ധങ്ങൾക്കൊക്കെ നായകത്വം വഹിച്ചിട്ടുണ്ട് പ്രവാചകൻ. അപ്പോൾ അസ്വസ്ഥപ്പെട്ടിട്ട്, പ്രവാചകരെ നിങ്ങൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല, എന്തൊരു പീഡനമാണിത്, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ എന്താണ് അനുവാദം നൽകാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത മറുപടി, സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു അറബി പെൺകുട്ടിക്ക് കൂടെ ഒരു ആട്ടിൻകുട്ടി ഉണ്ടെങ്കിൽ ഒരു ചെന്നായയെ ഭയക്കുകയല്ലാതെ ആരെയും ഭയക്കാതെ അർദ്ധരാത്രി നടന്നു പോകുന്ന ഒരു കാലമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഇപ്പം ഇന്ത്യയിലാണ് പ്രവാചകനെങ്കിൽ പറയും, അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ രാത്രി 12 മണിക്ക് ഒരു പെൺകുട്ടിക്ക് ഇന്ത്യയിലൂടെ നടന്നു പോകാൻ പറ്റുന്ന ഒരു സുന്ദര ദിനമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഇപ്പം പകൽ നടക്കാൻ പറ്റുമോ? പത്രത്തിൽ പരമ്പര പോലെയാണ് സ്ത്രീ പീഡന വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരത്തിന് യാതൊരു കുറവില്ല. കോളേജുകൾക്ക് കോളേജ്, യൂണിവേഴ്സിറ്റികൾക്ക് യൂണിവേഴ്സിറ്റി. ഇപ്പം ഇതാ നമ്മുടെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് വിദേശ യൂണിവേഴ്സിറ്റികൾ പോലും ഇവിടെ ഇനി ബ്രാഞ്ച് തുറക്കാൻ പോകണം. പെണ്ണ് സുരക്ഷിതമാകുന്നില്ല. വനിതാ കമ്മീഷനുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, ബാലാവകാശ കമ്മീഷനുണ്ട്. എന്നിട്ടും പ്രസവിച്ചടത്തുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, അമ്മ അറിയാതെ. ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇവിടെ സ്ത്രീകളുടെ വിമോചകനായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പഠിക്കണം. ഇസ്ലാമിക സമൂഹത്തിലെ പെൺകുട്ടികൾ ധീരമായി പറയണം, ഞങ്ങളുടെ നേതാവ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹമാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയത്, പെണ്ണിന് സ്വത്തിന് അവകാശം നൽകിയത്, സ്വാതന്ത്ര്യം നൽകിയത്. ഒരു പെണ്ണ് പള്ളിയിൽ പോകാൻ പറ്റുമോ, പള്ളിയിൽ പോകാൻ പറ്റില്ലേ എന്ന ചോദ്യത്തിന് ഇസ്ലാമിൻ്റെ മറുപടി എന്താ? ഉമർ റളിയല്ലാഹു അൻഹുവിന് അത്ര ഇഷ്ടമല്ലായിരുന്നു ഭാര്യ പള്ളിയിൽ പോകണത്. അപ്പോൾ ആരോ വന്നിട്ട്, നിങ്ങളിങ്ങനെ നിങ്ങളുടെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പല്ലൂറും വീട്ടൊന്നും കാര്യമില്ല, പറഞ്ഞാൽ പോരെ പെണ്ണിനോട് പോകണ്ടെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ എനിക്ക് പറയാൻ പറ്റില്ല. അതെന്താ? റസൂൽ പറഞ്ഞു തടയരുതെന്ന്. വമം മനഅ മിമ്മൻ മസാജിദ
സൂറത്തുൽ ബക്കറയിൽ ആരാണ് അള്ളാഹു അനുവദിച്ച ആ ഒരു ആരാധനാ സ്വാതന്ത്ര്യം ആരാണ് അള്ളാഹുവിനെ ഓർക്കുന്ന പള്ളികളിൽ നിന്ന് പെണ്ണിന് വിലക്കുന്നത്, ആളുകൾക്ക് വിലക്കുന്നത്? അപ്പോൾ പെണ്ണിൻ്റെ ഇഷ്ടമാണ് പള്ളി പോകണോ വേണ്ടേ എന്നൊക്കെ പെണ്ണാ തീരുമാനിക്കേണ്ടത്, പുരുഷനല്ല പറയേണ്ടത്. ഇങ്ങനെ കുറേ കാര്യമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അനുസ്മരണം പാട്ടുപാടി അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ പള്ളിയിലൊക്കെ സാധാരണ റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ ഒരുപാട് പാട്ടുണ്ട്. അതിൽ തന്നെ കുറേ രസമുണ്ട്. ഇപ്പോൾ ത്വലഅൽ ബദ്റു അലൈന എന്ന് തുടങ്ങുന്നൊരു ബെയ്ത്തുണ്ടല്ലോ. ഇത് കേട്ടാൽ നമുക്ക് തോന്നുക മദീന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന മുസ്ലിയാരെ ആളുകൾ ഇങ്ങനെ നമ്മുടെ ചെണ്ട കൊട്ടി സ്വീകരിച്ചതാണെന്നാണ് നമ്മുടെ ധാരണ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുന്നത് മദീനയിലെ ഭരണാധികാരിയായിട്ടാണ്, പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രധാനമന്ത്രിയായി പ്രസിഡൻ്റായി പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി കടന്നു വരുമ്പോൾ പാടുന്ന പാട്ടാണ്. അപ്പം അതുകൊണ്ട് ആ ഇസ്ലാമിൻ്റെ എല്ലാ വശവും, സാമ്പത്തിക വശം, രാഷ്ട്രീയ വശം, സാംസ്കാരിക വശം, മനുഷ്യാവകാശ വശം, ആരാധനാ വശം ഒക്കെ പഠിച്ചിട്ട് നമുക്ക് സമാധാനത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. അല്ല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഹൃദയത്തിന് സമാധാനം വേണം. ആർക്കും ഇല്ല സമാധാനം. ഞാൻ തന്നെ എഴുതിയ പുസ്തകത്തിൽ ഒരു കഥ ഒരിടത്ത് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരാളിങ്ങനെ സമാധാനമുള്ള ആളെ കാണാൻ വേണ്ടി തിരക്കിയിറങ്ങി. അങ്ങനെ കുറേ നടന്നിട്ട് ഒരാൾക്കും ഒരു സമാധാനമില്ല. അവസാനം അയാൾ എന്തായാലും ഇനി ഈ അന്വേഷണം നിർത്താമെന്ന് വിചാരിച്ചു. അപ്പം നോക്കിയപ്പോൾ ഒരു രണ്ടാൾ ഒരു മൂല ഇരിക്കുന്നു. എന്നാൽ പിന്നെ അവരോടും കൂടി ചോദിച്ചിട്ട് നമുക്ക് ഈ പരിപാടി നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യത്തെ ആളോട് ചോദിച്ചു, ഓ നിങ്ങൾ സമാധാനമുള്ള ആളാണോ? എന്താ കാര്യം? അതെ, എൻ്റെ ഭാര്യ മരിച്ചുപോയി. ഓ കഷ്ടം. അപ്പോൾ അടുത്ത ആളോട് ചോദിച്ചു, നിങ്ങൾക്ക് സമാധാനമുണ്ടോ? എനിക്കും ഇല്ല. എന്താ കാര്യം? എൻ്റെ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ എന്ത് വന്നാലും ആളുകൾ കൊടുത്താലും കുഴപ്പം, കൊടുത്തില്ലെങ്കിലും കുഴപ്പം, അങ്ങനെ സമാധാനമില്ലാത്ത ആളുകളുടെ ഒരു ലോകമാണ്. അതുകൊണ്ട് ശാന്തസുന്ദരമായി ഉമർ അള്ളാഹുവിനൊക്കെ കിടന്ന് ഉറങ്ങി കണ്ടിട്ടില്ലേ? ലോകത്ത് ഏത് ഭരണാധികാരിക്കാണെങ്കിൽ നരേന്ദ്രമോദിക്ക് ഉറങ്ങാൻ പറ്റുമോ? പിണറായി വിജയൻ ഉറങ്ങാൻ പറ്റുമോ? ഏത് രാഷ്ട്രീയ നേതാവിനാണ് ഇങ്ങനെ സുഖസുന്ദരമായി മരത്തണലിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റുക? ഉമർ അള്ളാഹുവിനെ കാണാൻ കുറച്ച് ആളുകൾ വന്നു. വന്നിട്ട് ചോദിച്ചു, ഇവിടുത്തെ കൊട്ടാരം എവിടെയാണ്? രാജാവ് എവിടെയാണ്? കൊട്ടാരമോ രാജാവോ? അല്ല, നിങ്ങളുടെ ഈ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ എവിടെയാണുള്ളത്? ഉമർ അതോ അങ്ങോട്ട് പോയാൽ കാണാതെ ആ മരത്തിൻ്റെ ചുവട്ടിലുണ്ട്. വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് കയ്യിൽ തലയും വെച്ച് കിടക്കുകയാണ്. എങ്ങനെയാണ് ഒരു ഭരണാധികാരിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുമോ? പകല് വെട്ടിക്കൊല്ലുന്നു രാഷ്ട്രീയ നേതാക്കന്മാരെ. അങ്ങനെ ഉറങ്ങണമെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നേതാവാകണം. നമ്മൾ ഇങ്ങനെ അങ്ങ് പോയാൽ പോരാ. നമ്മൾ ഒന്ന് മാറണം. നമ്മുടെ സമൂഹത്തെ നമ്മൾ മാറ്റണം. ഇനി ഒരു റസൂൽ വരാനില്ല, കാത്തിരിക്കണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. നിങ്ങൾ ഏത് ഹദീസാണ്, ഏത് വേദഗ്രന്ഥമാണ് ഇനി കാത്തിരിക്കുന്നത്? വന്നു, നിങ്ങളുടെ കയ്യിലുണ്ട്. ദ ലാസ്റ്റ് ടെസ്റ്റമെൻറ്റ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാം അവതരിപ്പിച്ച് നാം തന്നെ സംരക്ഷിക്കുന്ന ഈ മഹത്തായ വേദഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. അതെടുത്തിട്ട് ഈ സമൂഹത്തെ നമുക്കൊന്ന് റീസ്ട്രക്ചർ ചെയ്യണം. എല്ലാവരും മനുഷ്യരായി ജീവിക്കണം. ഇപ്പം നമ്മൾ പല ജാതിയായി ഉപജാതിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പല വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാം കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. എല്ലാവരും ആദമിൽ നിന്ന്, ആദമോ മണ്ണിൽ നിന്ന്. അങ്ങനെ മണ്ണിൻ്റെ മണമുള്ള പച്ച മനുഷ്യരായി അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച് സംസാരിച്ച് ഉല്ലസിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും ഈ ജീവിതത്തിന് ശേഷം നാളെ ആഖിറത്തിൽ സ്വർഗത്തിലെത്താനും നമുക്ക് സാധിക്കണമെങ്കിൽ പ്രവാചകന്റെ ആ നിയോഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ, ചെറുപ്പക്കാരനാകട്ടെ വൃദ്ധനാവട്ടെ, അധ്യാപകനാകട്ടെ വിദ്യാർത്ഥിയാവട്ടെ, കച്ചവടക്കാരനാകട്ടെ കർഷകനാകട്ടെ, പണ്ഡിതനാവട്ടെ പാമരനാകട്ടെ, ധനവാനാകട്ടെ ദരിദ്രനാ, നിങ്ങൾ ആരായാലും നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലോകത്ത് ഒരു നേതാവിനും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഗാന്ധിജി ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെട്ടവനായിരിക്കാം, ഒരിക്കലും ബ്രിട്ടീഷുകാരന് ഗാന്ധിജിയോട് ഇഷ്ടം തോന്നാൻ ഒരല്പം നമ്മൾ പ്രയാസപ്പെടും. എബ്രഹാം ലിങ്കൻ അമേരിക്കയിലെ അടിമകൾക്ക് ഇഷ്ടമുണ്ടാകും, പക്ഷെ ഉടമകൾക്ക് ഇഷ്ടമുണ്ടാവുകയില്ല. ഒരു മലയാളി കേരളത്തിന് പ്രിയപ്പെട്ടവനായിരിക്കും, തമിഴ്നാട്ടിന് പ്രിയപ്പെട്ടവനായിരിക്കില്ല.
അങ്ങനെയാണ് നേതാക്കൾ. പക്ഷെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കൂ. അദ്ദേഹത്തിന് വേണമായിരുന്നെങ്കിൽ ഖുറൈശികളെ സംഘടിപ്പിച്ചൊരു സമുദായത്തിൻ്റെ നേതാവായിട്ട് അവിടെ പ്രവർത്തിക്കാമായിരുന്നു. ഹി നെവർ ഡിഡ് ഇറ്റ്. അദ്ദേഹം മനുഷ്യർക്ക് വേണ്ടിയാണ് എഴുന്നേറ്റുന്നത്. ഉഖ്രിജത്ത് ലിന്നാസ്, അതുപോലെ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ് ഈ മുസ്ലിം സമുദായം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമുദായമല്ല. ഈസാ അലൈഹി സ്വലാം പറഞ്ഞതുപോലെ നിങ്ങൾ മനുഷ്യ സമുദായത്തിൻ്റെ ഉപ്പാണ്. ഉപ്പിന് വേണ്ടിയല്ല, ഉപ്പ് മറ്റുള്ളതിനൊക്കെ വേണ്ടിയാണ്. അതുപോലെ മുസ്ലിങ്ങൾ എന്നത് ഒരു സമുദായമായി ഒതുങ്ങിക്കൂടുന്നതിന് പകരം മനുഷ്യരുടെ വിമോചനത്തിന്, അവരുടെ ആശ്വാസത്തിന്, അവരുടെ ധാർമ്മികതയ്ക്ക് വേണ്ടി ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ലൊരു സംഘമായി മാറണം. അഥവാ പ്രവാചകന്മാർ എന്ത് ചെയ്തോ അത് ചെയ്യേണ്ടവരാണ് ഓരോ മുസ്ലിം ആണും പെണ്ണും.